സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, ഇന്ന് സുവിശേഷത്തിൽ ഈശോ കോപിക്കുന്നതിനെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? ആർക്കാണ് പറയാൻ പറ്റുക? രജിസ്റ്റർ ഇല്ല കയ്യിൽ. ഇന്ന് സുവിശേഷം ശ്രദ്ധിച്ചോ നിങ്ങൾ? കോപിക്കുന്നവനെ ആരുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ഏത് പ്രവൃത്തിയുമായിട്ട്, മറ്റൊരു പ്രവൃത്തിയുമായിട്ടാണ്? ഉത്തരം പറഞ്ഞോ? ഉത്തരം പറഞ്ഞു. കൊല്ലുന്നതിന് ഏത് പ്രവൃത്തിയുമായിട്ട്? ഞാനിടെ ഈ ഉത്തരം ഞാൻ അറിയാതെ പറഞ്ഞു, അതുപോലും നിങ്ങൾ ശ്രദ്ധിച്ചില്ല. കോപിക്കുന്നത് കൊല്ലുന്നത് പോലെയാണെന്നാണ് ഈശോ പറയുന്നത്. കൊല്ലുന്നവന് നൽകുന്ന അതേ ശിക്ഷ തന്നെ കോപിക്കുന്നവന് കിട്ടും എന്നാണ് ഈശോ പറയുന്നത്. അപ്പം എന്താണ് ഈ കോപം? ദേഷ്യമാണോ കോപം? ഞാൻ ആഗ്രഹിച്ച ഉത്തരം തന്നെയാണ് നീ പറഞ്ഞത് കൃത്യമായിട്ട്. ദേഷ്യവും കോപവും രണ്ടും രണ്ടാണ്, പക്ഷേ രണ്ടും ഒരേ കാറ്റഗറിയിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഗ്രേഡ് കുറഞ്ഞതും കൂടിയതുമാണ്. ഗ്രേഡ് കൂടിയത് ഏതാണ്? ദേഷ്യമാണോ കോപമാണോ ഗ്രേഡ് കൂടിയത്? കോപമാണ്. നിങ്ങൾക്കറിയാലോ. അപ്പോൾ ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ദേഷ്യം? പല്ല് ഇറുമി കാണിക്കണയാണോ ദേഷ്യം? ദേഷ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ പ്രഷർ കുക്കർ ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? പ്രഷർ കുക്കർ അമ്മമാരൊക്കെ ഉപയോഗിക്കണം, കണ്ടിട്ടുണ്ടോ? പ്രഷർ കുക്കറിൽ അതിൻ്റെ കുക്കറിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക പ്രഷർ കൂടി കഴിയുമ്പോൾ? കുക്കിങ്ങൊക്കെ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞ് വിസിലടിക്കും. വിസിലടിക്കും അല്ലേ? ആ വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലെ അകത്തുള്ള പ്രഷർ, അതിൻ്റെ നീരാവി, ഇതൊക്കെ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും അകം ശാന്തമാകും, ചൂടൊക്കെ കുറയും, പ്രഷർ കുറയും. ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെയാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ പ്രഷർ കയറും, നമുക്ക് ദേഷ്യം, നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വലിച്ച് നിലത്തെറിയും. നിങ്ങളങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നിങ്ങൾക്കങ്ങനെ ദേഷ്യം കാണിക്കാറുണ്ടോ? നിങ്ങൾ ഡീസൻറ്റ് പിള്ളേരാണ് നിങ്ങളല്ലേ? നിങ്ങൾക്ക് ദേഷ്യം വരാറില്ല? ദേഷ്യം വരാറുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ കരയാറുണ്ടോ? നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിലെ ദേഷ്യം കൊണ്ട് വരുന്നതാണ് ഈ കരച്ചിലൊക്കെ. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് പറയുന്ന, നിങ്ങളെന്തെങ്കിലും പറയാറുണ്ടോ? മറുതലിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. ഇതൊക്കെ ദേഷ്യത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ദേഷ്യം നല്ല കാര്യമാണോ? ദേഷ്യം നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു പ്രതികരണമാണ്. പക്ഷേ ഏത് സമയത്തും ദേഷ്യപ്പെടുന്ന ആളുകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിരന്തരം ഒരേ ആളോട് തന്നെ ദേഷ്യപ്പെടുക, ഒരേ സാഹചര്യത്തിൽ തന്നെ ദേഷ്യം വരിക, അത് നല്ലതല്ല. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് നമ്മളൊന്ന് കരഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പൊട്ടിത്തെറിച്ചോ ഒക്കെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് നിരന്തരം സംഭവിച്ചാൽ ദേഷ്യം എന്തായിട്ട് മാറും? കോപമായിട്ട് മാറും. കോപം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു മാനസിക അവസ്ഥയാണ്. ദേഷ്യം കോപമായിട്ട് മാറും. നിങ്ങൾ റൂമിനേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? റൂമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനൊരു വാക്കുണ്ട്. നമ്മളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറി, നമുക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, നമ്മളെന്താ ചെയ്യുക സാധാരണ? ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ച് ദേഷ്യപ്പെട്ട് അതങ്ങോട്ട് തീരും. വേറെ ചില ആളുകൾ എന്താ ചെയ്യുക? അത് മനസ്സിലിട്ട് അതിനെപ്പറ്റി നിരന്തരം ഇങ്ങനെ അയവിറക്കാന്നൊക്കെ നമ്മൾ പറയും. അതിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. ഈ ചൂയിങ്കം ചവയ്ക്കുന്നത് പോലെ ഇങ്ങനെ നമ്മുടെ മനസ്സിലിട്ട് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതെന്താണ് അങ്ങനെ ചെയ്തത്? എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അത് പറയാൻ കാരണം എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ആ സമയവും കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ കളിക്കാൻ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വന്നു കഴിയുമ്പോഴാണ് ഈ ദേഷ്യം, ഉണ്ടായ സംഭവം, അത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അത് കോപത്തിൻ്റെ ഒരു മാനസിക അവസ്ഥയിലേക്ക് പോകുന്നു. കോപം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പിടികിട്ടില്ല. പണ്ടൊക്കെ ഇപ്പോഴൊക്കെ പുകയില്ലാത്ത അടുപ്പുകളാണ്. പുകയുള്ള അടുപ്പുകളുണ്ടായിരുന്ന സമയത്ത് ഈ പുക അടിച്ച് ഈ അടുക്കളയുടെ ഭിത്തികൾക്ക് എന്താ സംഭവിക്കുക? അവിടെ കരി പിടിക്കും. ഈ കരി പിടിച്ചു കഴിഞ്ഞാൽ ആ കരി പെട്ടെന്ന് പോവില്ല. നമ്മൾ അങ്ങനെ തൂത്ത് കളഞ്ഞാലും അത് പെട്ടെന്ന് പോവില്ല. അത് കഴുകിയാലും പെട്ടെന്ന് പോവില്ല. അതിലൊരു കൂട്ട് പെയിൻ്റ് അടിച്ചാലും അത് മറയ്ക്കാനായിട്ട് അത്ര എളുപ്പമല്ല.
ഈ കോപത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കരി പിടിക്കുന്ന അവസ്ഥയാണ്. ഈ ദേഷ്യം അത് നിയന്ത്രിക്കാതെ ഇങ്ങനെ നിരന്തരം ദേഷ്യപ്പെട്ട് അത് റുമിനേറ്റ് ചെയ്ത് ചിലപ്പോൾ പ്രതികാര ബുദ്ധി, ഈ ദേഷ്യം പ്രതികാര ബുദ്ധിയിലേക്ക് പോകും. നമുക്ക് ദേഷ്യമുണ്ടായി, നമ്മളെന്തെങ്കിലും പറഞ്ഞു, ഓക്കെ, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് എന്നെ വേദനിപ്പിച്ചവനോട് പ്രതികാരം ചെയ്യണം, അവരോട് ദ്രോഹം ചെയ്യണം എന്ന് ചിന്തിക്കുന്നിടത്ത് ദേഷ്യം കോപത്തിൻ്റെ അവസ്ഥയിലേക്ക്, കരി പിടിക്കുന്ന അവസ്ഥയിലേക്ക്, മാച്ചു കളയാൻ പറ്റാത്ത, നീക്കി കളയാൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് ദേഷ്യം നീങ്ങും. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളാണ്. ഞാനിന്ന് രാവിലെ നിങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ ഇതിനകം തന്നെ കരി പിടിച്ച ആളുകൾ ചിലപ്പോൾ അതിനകത്ത് ഇരിപ്പുണ്ടാവും. കാരണം കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ മറ്റുള്ളവരുടെ ദേഷ്യം, ആ ദേഷ്യം പതുക്കെ കോപമായി മാറി മനസ്സിൽ, ഹൃദയത്തിൽ കരി പിടിച്ച ആളുകളുണ്ടായിരിക്കാം. അവരോട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കരി പിടിച്ച മനസ്സുകളെ ശുദ്ധമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ്. നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആരുടെയും മനസ്സുകളിൽ ഈ പ്രായത്തിലൊന്നും കരി പിടിച്ചിട്ടില്ല. ദേഷ്യമുണ്ടാകും നിങ്ങൾക്ക്, കോപത്തിൻ്റെ ഒരവസ്ഥ നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ വളർന്നു വരുമ്പോൾ പതുക്കെ ഈ റുമിനേഷനും പ്രതികാര ബുദ്ധിയും ഒക്കെ നിങ്ങളുടെ ദേഷ്യത്തോട് ചേർന്ന് കോപം മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നിങ്ങളിപ്പോഴേ മനസ്സ് വെച്ചാൽ കോപാവസ്ഥയില്ലാത്ത, കരിപിടിച്ച ഹൃദയാവസ്ഥയില്ലാത്ത വ്യക്തികളായിട്ട് വളരാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഒരു അവബോധം, നിങ്ങളിതിനെപ്പറ്റി കോൺഷ്യസ് ആവണം. എൻ്റെ ദേഷ്യത്തെ ഞാൻ ഒരിക്കലും, ദേഷ്യമൊക്കെ വരും, പക്ഷെ എൻ്റെ ദേഷ്യത്തെ ഞാൻ ഒരിക്കലും കോപത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക്, അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് പ്രതികാര ബുദ്ധി അതിനകത്തേക്ക് കൂട്ടിച്ചേർത്ത് ഞാൻ ഒരു കോപത്തിൻ്റെ മനുഷ്യനായിട്ട് മാറില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതിജ്ഞ എടുക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ നിങ്ങൾക്കൊരിക്കലും കോപമുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ മാറില്ല. ഈ കോപം എന്ന് പറയുന്നത് കൊച്ചുപ്രായത്തിൽ അതിൻ്റെ സൂചനകൾ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളെ വേദനിപ്പിച്ച ഒരാൾക്ക്, നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ പഴയ കൂട്ടുകാർ, ഇപ്പോൾ കൂട്ടുകാരൻ്റെ സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി നിർത്തിയേക്കണ ഒരാൾ ദേഷ്യത്തിൻ്റെ പേരിൽ, ആ ആൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് നന്നായിട്ട് മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ടോ? ആർക്കെങ്കിലും? നിങ്ങളുടെ ഒരു നിങ്ങളെ വേദനിപ്പിച്ച നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ, അവനല്ലെങ്കിൽ അവൾക്ക് പരീക്ഷ വന്നു, പരീക്ഷ എഴുതി, പരീക്ഷയ്ക്ക് മാർക്ക് വളരെ കുറഞ്ഞു പോയി, സാധാരണയിൽ കൂടുതൽ. അത്തരം സാഹചര്യത്തിൽ അവന് മാർക്ക് കുറഞ്ഞത് ഓർത്ത് നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ടോ? ആർക്കെങ്കിലും തോന്നാറുണ്ടോ? ആർക്കെങ്കിലും സന്തോഷം തോന്നുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടോ? ഇടയ്ക്ക് തോന്നാറുണ്ട്. ഉണ്ടെന്നും ഇല്ല എന്നാ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. നമ്മൾ ദേഷ്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് കോപത്തിൻ്റെ, കണ്ടോ, കരി പിടിക്കുന്ന അവസ്ഥയാണ്, കോപത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പതുക്കെ നമ്മൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ അവബോധം ഉണ്ടാകണം. എൻ്റെ പോക്ക് ശരിയല്ല, ഞാനിതിനെ നിയന്ത്രിക്കണം, ഞാനൊരിക്കലും ഒരു കോപാവസ്ഥയിലേക്ക് പോവില്ല. ദേഷ്യമൊക്കെ ഇടയ്ക്ക് വരും, അത് ഈ പ്രഷർ കുക്കറിൽ വിസിലടിച്ച് പോകുന്നത് പോലെ പൊയ്ക്കോളും എന്ന് നമ്മൾ വിചാരിക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, ഈ കോപത്തിൻ്റെ അവസ്ഥ നിരന്തരം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നും എന്താണെന്നറിയാമോ? പ്രതിരോധശേഷി കുറയും. അതുകൊണ്ട് പെട്ടെന്ന് പനി പിടിക്കുന്ന പിള്ളേരില്ലേ, പനി പിടിച്ചിട്ട് ക്ലാസ്സിൽ വന്നില്ല എന്നൊക്കെ പറയുന്ന പിള്ളേർ, അവർ സൂക്ഷിക്കണം. അവരിൽ ചിലപ്പോൾ ഈ കോപം പതുക്കെ കോപത്തിൻ്റെ വേരുകൾ പതുക്കെ പിടിക്കുന്നുണ്ടാവും. അവർ പറയുന്നത്, നമ്മൾ ദേഷ്യം വരുമ്പോൾ, കോപത്തിൻ്റെ അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളിലെ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്, അതിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടും. അത് കൂടിക്കഴിയുമ്പോൾ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, നമ്മുടെ പ്രതിരോധശേഷി നിയന്ത്രിക്കുന്ന സെൽസാണ്, അത് രക്തകോശങ്ങളാണ്, അതിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് കുറയും. അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി കുറയും. അപ്പോഴാണ് ഈ പനി പിടിക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പനി പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ മനസ്സ് ശുദ്ധമാണോ? നിങ്ങൾ ചിന്തിക്കണം. പനിയൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയും കൂടി ചിന്തിക്കണം, എൻ്റെ മനസ്സ് ശുദ്ധമാണോ? പിന്നെ ഒരു പനി പിടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ മനസ്സ് ശുദ്ധമാണോ? എനിക്ക് കോപമുണ്ടോ എൻ്റെ മനസ്സിൽ? കോപത്തിൻ്റെ അവസ്ഥയിലേക്ക്, ആരോടെങ്കിലും വിദ്വേഷം, പക, ആരുടെയെങ്കിലും പരാജയത്തിൽ സന്തോഷം, ഇതൊക്കെ എനിക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രതിരോധശേഷി കൂടും. അപ്പോൾ പനിയൊക്കെ പതുക്കെ മാറും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നിങ്ങൾ
ശരീരത്തിന് മാത്രമല്ല, ആത്മാവിൻ്റെ കാര്യത്തിലും പ്രശ്നമാണ്. നമുക്ക് നമ്മളിലെ വരപ്രസാദം, ആത്മാവിൽ ദൈവം തന്നിരിക്കുന്ന വരപ്രസാദം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ദൈവത്തിന് നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം ശാന്തമായിരിക്കണം, നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. അത് ശാന്തമാകണമെന്നുണ്ടെങ്കിൽ ഈ കോപത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറ്റിക്കളയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ഈ കോപം നമ്മളിൽ വരുമ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങൾ ഈ അവബോധം നിങ്ങൾക്കുണ്ടാകുക എന്നുള്ളതാണ്. ഈ ദേഷ്യം കോപമായിട്ടൊരിക്കലും മാറരുത്. അത് നിങ്ങളെപ്പോഴും ചിന്തിക്കണം. ഇപ്പം അങ്ങനെ ആയിട്ടില്ല നിങ്ങൾക്ക്, പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദേഷ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ വരും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കോപത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് പോകും. ഒന്നാമത്തെ കാര്യം. ഇനി 3 കാര്യങ്ങൾ ഈ ദേഷ്യത്തെ കോപമാക്കി മാറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ നിരന്തരം ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്താണ്? ആരെങ്കിലുമായിട്ടൊരു വഴക്കുണ്ടായി, ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരെങ്കിലും എന്നോട് ദേഷ്യപ്പെട്ടു, എനിക്കിത്തിരി പിണക്കമായി, അതിങ്ങനെ നീണ്ടുപോയി കോപമായിട്ട് മാറാതിരിക്കുക എന്ത് ചെയ്യണം? ആദ്യം സോറി പറയണം. ചിലപ്പോൾ നമ്മളായിരിക്കില്ല തെറ്റ് ചെയ്തത്, എന്നാലും സോറി പറയണം. അതിനാണ് അനുരഞ്ജനം എന്ന് പറയുന്നത്, റെക്കൺസിലിയേഷൻ. നമ്മൾ അനുരഞ്ജനപ്പെടണം. നമ്മുടെ ഭാഗത്തായിരിക്കില്ല ചിലപ്പോൾ തെറ്റ്, എന്നാലും സോറി പറയാൻ പറ്റുമ്പോൾ മറ്റേ ആളുടെ മനസ്സിനെ കൂടി പ്രചോദിപ്പിക്കാനായിട്ട്, ആ നന്മയിലേക്ക്, റെക്കൺസിലിയേഷനിലേക്ക് വരാനായിട്ട് അത് സഹായിക്കും. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ നമ്മൾ സോറി പറഞ്ഞാൽ, നമ്മൾ ആരോടാണോ സോറി പറയുന്നത് ആ ആള് ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ പോയി നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? റെക്കൺസിലിയേഷൻ നടക്കുന്നില്ല. റെക്കൺസിലിയേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ, അനുരഞ്ജനം നടക്കുന്നുണ്ടെങ്കിൽ അതിലിടപെട്ട് 2 പേരും വിചാരിക്കണം. സോറി പറയുന്ന ആളും സോറി സ്വീകരിക്കുന്ന ആളും വിചാരിച്ചാലാണ് റെക്കൺസിലിയേഷൻ സംഭവിക്കുക. അത് കഴിയുമ്പോൾ 2 പേർക്കും തോളത്ത് കൈയിട്ട് നടന്നു പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ സോറി പറയുമ്പോൾ ആ പറഞ്ഞ ആള് അത് മൈൻഡ് ചെയ്യാതെ വേറെ വഴിക്ക് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സോറി പറഞ്ഞിട്ട് തെറ്റില്ല. അപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ക്ഷമിക്കുക. ക്ഷമിക്കാനായിട്ട് നമ്മൾ ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. ക്ഷമിക്കാനായിട്ട് നമ്മൾ അനുവാദം ചോദിക്കണോ? സോറി പറയുമ്പോൾ, റെക്കൺസിലിയേഷൻ ശ്രമിക്കുമ്പോൾ മറ്റേ ആൾ നമ്മളോട് സഹകരിച്ചില്ലെങ്കിൽ നമുക്ക് പറ്റില്ല. പക്ഷെ ക്ഷമിക്കാനായിട്ട്, എൻ്റെ ഉള്ളിൽ എന്നെ വേദനിപ്പിച്ച ആളോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയാനായിട്ട് ആളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആളുടെ അനുവാദത്തിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ അങ്ങനെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു ആ ആളോട് എന്ന് നമുക്കുള്ളിൽ പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ കോപത്തിൻ്റെ ആ വേര് പിടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ മാറ്റിക്കളയാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ മനസ്സ് കുറച്ചുകൂടി ശാന്തമായിട്ടുള്ള മനസ്സായിട്ട് മാറും. മൂന്നാമത്തെ കാര്യം, ആ വ്യക്തിക്ക് വേണ്ടി, നമ്മളെ വേദനിപ്പിച്ച ആൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നതിന് ആരുടെയെങ്കിലും അനുവാദം വേണോ? നമ്മൾ വേദനിപ്പിച്ച ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആൾ നമ്മൾ വന്ന് എന്തെങ്കിലും ചെയ്യുമോ? ആളോട് പറയേണ്ട കാര്യം പോലുമില്ല. പക്ഷേ ആളെ മനസ്സിലോർത്ത് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദേഷ്യം, പതുക്കെ ആ ദേഷ്യം കട്ട പിടിച്ച് കോപമായിട്ട് മാറുന്ന സാധനത്തെയൊക്കെ ഉരുക്കി കളയാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് സ്നേഹമുള്ള മക്കളെ, നിങ്ങൾ ഇപ്പോഴും കോപത്തിൻ്റെ മനസ്സുള്ള ആളുകളല്ല. കോപത്തിൻ്റെ ഈ കരിപുരണ്ട, ഒരിക്കലും മാച്ചു കളയാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കരിപുരണ്ട ഹൃദയമുള്ള ആളുകളല്ല. ആ പ്രായമൊന്നും നിങ്ങൾക്കായിട്ടില്ല. പക്ഷേ ദേഷ്യമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ആ ദേഷ്യത്തെ കോപമായി മാറാതെ നിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഈശോ ഏൽപ്പിക്കുന്ന പ്രധാനമായിട്ടുള്ള ദൗത്യം. അങ്ങനെ കോപത്തിലേക്ക് നീങ്ങാത്ത വ്യക്തികളായിട്ട് ജീവിക്കാൻ, വളരാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നമുക്ക് നല്ല ഒരു തലമുറ കൂടി സൃഷ്ടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കോപമില്ലാത്ത ഒരു സമൂഹം എന്ന് പറയുന്നത് സന്തോഷമുള്ള, സമാധാനമുള്ള, മനസ്സിന് മാത്രമല്ല ശരീരത്തിനും ആരോഗ്യമുള്ള ഒരു സമൂഹമായിട്ട് മാറും. അതുകൊണ്ട് ദേഷ്യം നല്ല കാര്യമൊന്നുമല്ല, പക്ഷെ ദേഷ്യം ചിലപ്പോൾ വരും, മാനുഷികമാണ്. പക്ഷെ ദേഷ്യത്തെ നിരന്തരം മനസ്സിലിട്ട് റൂമിനേറ്റ് ചെയ്ത് കോപമാക്കരുത്. പ്രതികാര ബുദ്ധി കൂട്ടിച്ചേർത്ത് കോപമാക്കി മാറ്റരുത്. കോപത്തിൻ്റെ മക്കളായി കരിപുരണ്ട ഹൃദയങ്ങളോടെ ഒരിക്കലും ജീവിക്കാനായിട്ട് ഇടവരരുത്. ആ അവബോധത്തോടു കൂടി ജീവിക്കുക. അതിനുവേണ്ടി സോറി പറയുന്ന മക്കളായിട്ട്, ക്ഷമിക്കുന്ന മക്കളായിട്ട്, പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട്, നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി
ചെയ്യുന്ന മക്കളായിട്ട് നമുക്ക് വളരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.